الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل محدثة بدعة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും ഉപജീവന മാർഗം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൽ ചെറുതും വലുതുമായ ഏതു ജീവജാലങ്ങളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ അതിനൊക്കെ ഉപജീവനവും അതിനുള്ള ഭക്ഷണവും അല്ലാഹു തരപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സൂറത്ത് ഹൂദിലെ ആയത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ജീവജാലങ്ങളെയും നാം സൃഷ്ടിച്ചില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഉപജീവനം നാം ഏർപ്പാട് ചെയ്തിട്ടല്ലാതെ കണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച സകലമാന ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യർക്കും ഒക്കെ അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ് എന്നത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലർക്കും അള്ളാഹു നൽകുന്നത് വ്യത്യസ്ത തരത്തിലാണ്.
അത് എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവർക്കൊക്കെ അള്ളാഹു യഥേഷ്ടം നൽകും എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും മഈശത്തിൻ്റെ മാർഗത്തിൽ, ജീവിതത്തിൽ തങ്ങളുടെ ഉപജീവനത്തെക്കുറിച്ച് പലരും പല പ്രയാസങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാറുണ്ട്. ജീവിതം ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രയാസമാണ്. ലഭിക്കുന്ന ശമ്പളം കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വലിയ ചെലവാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെയൊക്കെ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന മനുഷ്യരെയാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ നാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉപജീവനത്തിൽ വിശാലത ലഭിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തത് കെസ്റത്തുൽ ഇസ്തിഗ്ഫാർ, ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നതാണ്. ഹസൻ ബസരി റഹ്മഹുല്ല ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്ത പരാതികളുമായി ഹസൻ ബസരിയെ കാണാൻ ചില മനുഷ്യന്മാർ വരുന്നുണ്ട്. ഹസൻ ബസരി റഹ്മഹുല്ലയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അൽ ജദൂബ, വല്ലാത്ത വരൾച്ചയാണ്, നാട്ടിൽ വരൾച്ചയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നതറിയില്ല, ഒരു പരിഹാരം അവിടുന്ന് പറഞ്ഞു തരണം. ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു കൊടുത്തു, ഫഖാല ലഹു ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ധാരാളമായി ചോദിക്കണം. മറ്റൊരു സന്ദർഭത്തിൽ വശക ആഖർ, മറ്റൊരാൾ വന്നു. എന്നിട്ട് ഹസൻ ബസരി റഹ്മഹുല്ലയോട് ചോദിക്കുകയാണ്, അൽ ഫഖർ, വല്ലാത്ത ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, പ്രയാസാണ്, വീട്ടിൽ പുക ഉയർന്നിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, എന്താണ് ഒരു പരിഹാര മാർഗം, അവിടുന്ന് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ അവിടുന്ന് ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു, ഫഖാല ലഹു ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ, പാപമോചനം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. വശക ആഖർ, എന്നാൽ മറ്റൊരു മനുഷ്യൻ പിന്നീട് വരുന്നുണ്ട്. ഫഖാല അദ്ഉല്ലാഹ് അൻ യസൂറനി ഖദ് വലദുൻ, എനിക്ക് സന്താന സൗഭാഗ്യമില്ല, അവിടുന്ന് ഒരു സന്താനത്തെ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ സന്ദർഭത്തിലും അദ്ദേഹത്തോടും പറഞ്ഞത് ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. വശക ആഖർ, പിന്നീട് മറ്റൊരാൾ വന്നു. എന്നിട്ട് അദ്ദേഹവും ഹസൻ ബസരിയോട് പറഞ്ഞു, ഗഫാഅത്തുൽ ബുസ്താൻ, വല്ലാത്ത പൂന്തോട്ടങ്ങളും അതുപോലെ തോട്ടങ്ങളും ഒക്കെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്, വിളവ് കിട്ടാത്ത അവസ്ഥയാണ്, എന്താണ് അതിനുള്ള പരിഹാരം? ഹസൻ ബസരി റഹ്മഹുല്ല അദ്ദേഹത്തോടും സംസാരിച്ചത് ഫഖാല ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ, പാപമോചനം റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്ന്. ഇത് കേൾക്കുന്ന ഹസൻ ബസരി റഹ്മഹുല്ലയുടെ ശിഷ്യന്മാർ ഹസൻ ബസരിയോട് ചോദിക്കുകയാണ്, ഫഖുൽനാ ലഹു, ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഹസൻ ബസരി, ഞങ്ങളുടെ ഉസ്താദായ ഹസൻ ബസരിയോട് ചോദിച്ചു, എല്ലാറ്റിനും താങ്കൾ വ്യത്യസ്ത പ്രയാസങ്ങളുമായി അങ്ങേ സമീപിച്ച ആളുകളോട് താങ്കൾ പറഞ്ഞത് ഒരേ ഒരു മറുപടിയാണല്ലോ, അവിടുന്ന് ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന തേടുക എന്നതാണല്ലോ പറഞ്ഞത്, ഇതാണോ ഇതിനുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, ഇത് അള്ളാഹുവാണ് പറഞ്ഞത്, ഇതിൻ്റെ പരിഹാരം പഠിപ്പിച്ചവൻ അള്ളാഹുവാണ്, ആ പരിഹാരത്തിനപ്പുറം ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ വാക്കുകളായി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് സൂറത്ത് നൂഹിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. പ്രശ്നത്തിലുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ ഖുർആനാണ് പഠിപ്പിച്ചത്. എന്താണ് പരിഹാരം? അത് ഖുർആൻ പറഞ്ഞത്, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം, ഇന്നഹു കാന ഗഫാറാ, അള്ളാഹു അങ്ങേയറ്റം ഗഫാറാണ്, പാപങ്ങൾ മുഴുവൻ പൊറുത്തു തരുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ,
അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് പാപങ്ങളെ പുറത്തു കിട്ടാൻ ചോദിച്ചാൽ സമൃദ്ധമായി ആകാശത്തുനിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ എത്ര കണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുവോ സമൃദ്ധമായി ആകാശത്തുനിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അവിടെ അവസാനിപ്പിച്ചില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ കൺകുളിർമയായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കേണ്ടുന്ന സന്താനവും നിങ്ങൾക്ക് യഥേഷ്ടം ജീവിക്കാനുള്ള സമ്പത്തും നൽകുന്നവൻ അള്ളാഹുവാണ്. വയുംദിദുക്കും, അത് പരിപോഷിപ്പിക്കുമെന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ബി അംവാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളും. അതാണ് ജീവിതത്തിൽ ഇപ്പോഴും മനുഷ്യർ ആഗ്രഹിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ പിന്നീട് വളരെ വേഗത്തിൽ കുട്ടി ഉണ്ടാകണം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. സന്താന സൗഭാഗ്യമില്ലാത്തവർ പലപ്പോഴും പലതരത്തിലുള്ള വഴികൾ സ്വീകരിക്കാറുണ്ട്. ഹറാമിൻ്റെ വഴികൾ സ്വീകരിക്കാറുണ്ട്, ശിർക്കിൻ്റെ വഴികൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു പരിഹാരമാർഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അതാണ് ദുൽഹജ്ജിൻ്റെ മാസത്തിലും നമ്മൾ പഠിച്ച വലിയ പാഠം. 86 വയസ്സുവരെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. അവിടുന്ന് നിരാശനാകാതെ സകല സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ നിങ്ങളുടെ സമ്പത്തിൽ വർധനവ് അള്ളാഹു നൽകും. നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് പരിപോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അവിടെ അള്ളാഹു നിർത്തിയില്ല. നിങ്ങൾക്ക് അരുവികളും നിങ്ങൾക്ക് തോട്ടങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യും മനുഷ്യരെ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സദാസമയം ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. ജീവിതത്തിൽ നന്മകളും തിന്മകളും ഒന്ന് തൂക്കിക്കണക്കാക്കിയാൽ, ഒരുപക്ഷേ നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചാൽ നന്മകളെക്കാളേറെ തിന്മകളാണ് സഹോദരങ്ങളെ മുൻപന്തിയിൽ നിൽക്കുന്നത്. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു സദസ്സിലിരുന്നാൽ അവിടുന്ന് 100-ൽ പരം തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് സഹോദരങ്ങളെ ലോകത്തിൻ്റെ പ്രവാചകൻ? സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത ലഭിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് പാപങ്ങൾ ചെയ്യാത്ത, പാപസുരക്ഷിതനായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉലുൽ അസ്മിൽപ്പെട്ട ഉലുൽ അസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 100-ൽ പരം തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തെറ്റുകളും പേറി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദിവസവും എത്ര തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ജീവിതത്തിൽ സങ്കടങ്ങൾ പറഞ്ഞു നേരം കളയാതെ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നതാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, അവൻ അള്ളാഹു ജീവിതത്തിൽ ഒരു പോംവഴി നൽകും. വറുസിഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, റബ്ബ് കണക്കാക്കാത്ത വണ്ണം നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠമാണ്. ഒന്നാമത്തത് അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. രണ്ടാമതായി ഖുർആൻ പറഞ്ഞു അത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. നമ്മളെല്ലാ ഇപ്പോഴും കേൾക്കുന്ന ഖുർആനിൻ്റെ ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഖുർആൻ പറഞ്ഞത് ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവന് അള്ളാഹു ഒരു പോംവഴി ജീവിതത്തിൽ പ്രദാനം ചെയ്യും. എന്നിട്ടോ കണക്കാക്കാത്തവണ്ണം അള്ളാഹു ഉപജീവനത്തിൽ വിശാലത, നമ്മളറിയാതെ നമ്മളുടെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് തന്നുകൊണ്ടിരിക്കും. എന്നാൽ തഖ്വ എന്താണ് എന്നത് ഇന്നേവരെ മുസ്ലിം സമുദായം, മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ല. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ സുബഹി നമസ്കാരം നിർവഹിച്ച് വളരെ വേഗം റസൂലിൻ്റെ സദസ്സിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സ്വഹാബി
അത് 2-3 ദിവസം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം ആ സ്വഹാബിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാഹ് പറയാൻ, അല്ലാഹു അക്ബർ പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലേ? എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? ആ സന്ദർഭത്തിൽ ആ സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാചകമുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വീട്ടിൽ പുകയുയർന്നിട്ട് ദിവസങ്ങളായി, പട്ടിണിയാണ്, പ്രയാസാണ്, ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ അയൽപ്പക്കത്ത് എൻ്റെ അയൽവാസിയുടെ ഒരു ഈത്തപ്പന മരം എൻ്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട് റസൂലെ. അതിലെ പാകമായ ചില ഈത്തപ്പഴങ്ങൾ, അതിലെ ചുളകൾ എൻ്റെ പറമ്പിലേക്ക് വീഴും. എൻ്റെ ചെറിയ കുട്ടികളാണ്, അവർക്കറിയില്ല റസൂലെ. അവർ ഒരുപക്ഷേ ഉറക്കിൽ നിന്ന് ഉണർന്ന് അതെടുത്ത് കഴിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അല്ലാഹുവിൻ്റെ റസൂലെ. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പോയി ആ ഈത്തപ്പഴച്ചുളകൾ വീണതിനെ പറക്കി തൻ്റെ അയൽപ്പക്കക്കാരൻ്റെ പറമ്പിലേക്ക് വെക്കുമ്പോഴാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത്. നോക്കണം, റസൂലുള്ള കേട്ടിട്ട് ചെറിയ കുട്ടികളല്ലേ, കഴിച്ചോട്ട്, അതൊന്നും കുഴപ്പമില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. വേഗത്തിൽ പോകണം, കഴിക്കാൻ പാടില്ല എന്നൊരു വലിയ പാഠം. നോക്കണം, ആ സ്വഹാബി പട്ടിണിയായിട്ട് മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ല അന്നം ഇല്ലാതിരുന്നിട്ട് പോലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഇത്തരത്തിലൊരു തഖ്വ, ഖുർആൻ എത്ര ആയത്തുകളിലാണ്. ഏതൊരു ഇമാമും മിമ്പറിലേക്ക് കയറിയാൽ തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. റബ്ബിനെ സൂക്ഷിക്കുന്നത് ഇത്തരത്തിൽ സ്വഹാബികൾ റബ്ബിനെ എത്രത്തോളം ഗൗരവത്തിൽ ഭയപ്പെട്ടവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എത്ര ഹറാമുകൾ നിസ്സാരമായി അന്യൻ്റെ മുതൽ കൈക്കലാക്കാൻ, അന്യനെ പറ്റിച്ചത്, കവർന്നെടുത്തത്, അതൊക്കെ ജീവിതത്തിൽ ആരും അറിയാതെ നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് ഒരുപക്ഷേ ജീവിതത്തിലേക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് നമ്മളെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തഖ്വ ജീവിതത്തിൽ നേടുന്നവൻ ആരാണോ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കണക്കാക്കാത്തവണ്ണം നിങ്ങൾക്ക് ഉപജീവനത്തെ നൽകുമെന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന പാഠം. മൂന്നാമതായി മനസ്സിലാക്കേണ്ടുന്നത് അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കലാണ്. ഭരമേൽപ്പിക്കേണ്ടതുപോലെ എത്രത്തോളം പക്ഷികൾക്ക് അള്ളാഹു അന്നം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അന്നം നൽകും. വീട്ടിൽ വെറുതെ ഇരിക്കലല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വെറുതെ ഇരുന്ന് ആരെങ്കിലും തരുന്നത് ഉപയോഗിക്കുന്നവനല്ല അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകില്ല. മറിച്ച് വിറക് ശേഖരിച്ചു കൊണ്ടുവരലാണോ ഒരുവൻ്റെ പണി, അതിൽ അള്ളാഹു ബർക്കത്ത് നൽകും. വെറുതെ ഇരുന്ന് മറ്റുള്ളവർ തരുമ്പോൾ അതൊക്കെ തിന്നും കുടിച്ചും ജീവിക്കുന്നവനല്ല, മറിച്ച് അധ്വാനിക്കണം, പണിയെടുക്കണം, റബ്ബിൽ തവക്കുലാക്കണം. എന്നാൽ അള്ളാഹുവാണ് സമ്പത്തിൻ്റെ കസ്റ്റോഡിയനെങ്കിൽ റബ്ബ് തരും സഹോദരങ്ങളെ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗം പിടിച്ച് കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും ബാക്കിയാക്കിപ്പോയി. ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, തൻ്റെ ഭാര്യ മാത്രം. എന്നിട്ട് ആ പ്രതിസന്ധിയിൽ വേദനിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർ, എനിക്കിതാ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, രോഗാവസ്ഥയാണ്. ഇതിൻ്റെ ശമനം നൽകേണ്ടുന്നവൻ അള്ളാഹു നീയാണ്, ശമനം നൽകണം. 18 കൊല്ലത്തിന് ശേഷം ഒരു പുതിയ മനുഷ്യനായി അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മളുടെ സങ്കല്പങ്ങൾക്കപ്പുറമാണ് അള്ളാഹുവിൻ്റെ സഹായം. അതുകൊണ്ട് റബ്ബിൽ ഭരമേൽപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും, സാമ്പത്തികമായി തകർന്നു പോയവരാണെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ചെയ്യേണ്ട പണി നമ്മൾ നിർവഹിച്ചാൽ റബ്ബിൻ്റെ സഹായം വരും എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നാലാമതായി മുതാബഅത്തുൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടർത്തുക എന്നതാണ്. എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടുന്നത്, എങ്ങനെയാണ് ഉംറ നിർവഹിക്കേണ്ടുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്, തൻ്റെ വികാരങ്ങളെ, തൻ്റെ ഇച്ഛകളെ, തൻ്റെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് അധാർമിക പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വരാതെ
ഒരാൾ ഹജ്ജു ചെയ്താൽ, ഉംറ ചെയ്താൽ, അവൻ റജഅക യൗമി വലത്തു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആ മനസ്സുമായിട്ടാണ് തിരിച്ചു വരുന്നത്. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് ഹാജിമാർ സംഗമിക്കുന്ന, ഒരുപക്ഷേ അറഫയിൽ സംഗമിക്കുമ്പോൾ, അതല്ലെങ്കിൽ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ എത്ര മനുഷ്യന്മാരാണ്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ഒരു കണ്ണുകൊണ്ട് ഒരു കട്ടുനോട്ടം, തൻ്റെ ശരീരം കൊണ്ട് മറ്റൊരാൾ ഒന്ന് തട്ടുന്നത്, ഒരു വികാരമുണ്ടാകുന്നത്, അതൊക്കെ വലിയ പാപമാണ്, തിന്മയാണ്. അവൻ എത്ര സമ്പത്ത് മുടക്കിയിട്ട് ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ നിർവഹിച്ചവനാണെങ്കിലും അവൻ്റെ വികാരത്തെ എന്തിന് റസൂലുള്ള പറഞ്ഞു? എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹു കൊടുക്കുന്ന വഹിയാണ്. ആ വഹി അനുസരിച്ച് സംസാരിക്കുന്ന റസൂലുള്ള പറഞ്ഞത്, അവിടെ ആരെങ്കിലും വികാരം, അങ്ങനെയൊക്കെ വികാരം ഉണ്ടാവുമോ, അങ്ങനെ ചില ദുഷിച്ച ചിന്തകൾ ഉണ്ടാകുമോ എന്നൊക്കെ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് തോന്നും, ഉണ്ടാകും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിച്ച്, തൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് ആരാണോ ഹജ്ജും ഉംറയും നിർവഹിച്ചവൻ, അവൻ തിരിച്ചു വരുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ മനസ്സുമായി. നിങ്ങൾ ഹജ്ജും ഉംറയും തുടർത്തണം. എന്താ അതുകൊണ്ടുള്ള മെച്ചം? നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ പാപങ്ങളും അത് മുഖേന ഇല്ലാതാകും എന്ന് റസൂലുള്ള പറഞ്ഞു. പലപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ ഉംറയ്ക്ക് പോകുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നില്ല, അതിൻ്റെ സമയമായിട്ടില്ല, സമ്പത്തായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രയാസവും പ്രതിസന്ധികളും പറയുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്ക്, താബിഉൽ ഹജ്ജ വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കണം. യക്ഫിയാനി അൽ ഫഖ്റു വദ്ദുനൂബ്, നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാകും. അപ്പോൾ ഉംറ നിർവഹിച്ചാൽ, ഹജ്ജ് നിർവഹിച്ചാൽ നിങ്ങളുടെ സമ്പത്തിൽ കുറവ് വരില്ല, റബ്ബ് പകരം നൽകും. സഹോദരങ്ങളെ, ഇതാണ് പ്രവാചകന്റെ വാക്ക്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഇല്ലാതാകാൻ നിങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കണമെന്ന പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി അൽ ഇൻഫാഖ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവർ ആരാണോ അവർക്ക് അള്ളാഹു പകരം നൽകും, അവൻ്റെ ഉപജീവനത്തിൽ അള്ളാഹു വിശാലത നൽകും എന്നത് ഖുർആൻ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ, ആരാണോ രഹസ്യമായി പരസ്യമായി രാവിലും പകലിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചിലവഴിക്കുന്നത്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ്. ഇഹലോകത്ത് അള്ളാഹു ഉപജീവനത്തിൽ വിശാലത നൽകും, പരലോകത്ത് ഭയപ്പെടേണ്ടതില്ല. ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന സമയം, ആരും നമ്മളെ സഹായിക്കാനില്ലാത്തൊരു സമയം, മരണത്തിൻ്റെ സമയം വരാനുണ്ട്. അവിടെ സമാധാനവും അവിടെ ശാന്തിയും ലഭിക്കുന്നത് ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന മലക്കുൽ മൗത്തും കൂട്ടരും അവരെ കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണുന്ന ഒരവസ്ഥ റസൂലുള്ള പറഞ്ഞു. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ കാണില്ല. അങ്ങനെ സമ്പത്തും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുത്തതുമൊക്കെ അന്ന് സഹായമായി വരുന്നതിനെക്കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് യാത്രയായിക്കൊള്ളുക. സമാധാനമാണ്. വലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്നത് ഖുർആൻ നൽകുന്ന വലിയ പാഠമാണ് സഹോദരങ്ങളെ. ധാരാളമായി വമാ അൻഫഖ്തും, നിങ്ങൾ അള്ളാഹുവിലേക്ക് ചിലവഴിച്ചാൽ ഫഹുവ യുഖ്ലിഫു, അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ യൻഖുസു മാലുൻ മിൻ സദഖത്തിൻ, നിങ്ങൾ സദഖ കൊടുത്താൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. ഫതസദ്ദഖൂ, നിങ്ങൾ അതുകൊണ്ട് ധാരാളമായി സദഖ നൽകണം, അള്ളാഹുലേക്ക് കൊടുക്കണം. സഹോദരങ്ങളെ, അത്തരത്തിൽ അള്ളാഹുലേക്ക് കൊടുക്കാൻ, കടം കൊടുക്കാൻ ആരുണ്ട് എന്നത് സമ്പത്തു തന്ന അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന് നല്ലൊരു കടം കൊടുക്കാൻ, റബ്ബിന് കടം കൊടുക്കാൻ? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ചോദ്യം നോക്ക്. എന്തിനാണ് റബ്ബിന് കടം? സമ്പത്തു തന്നവൻ അള്ളാഹുവാണ്. ആ പടച്ചോൻ എന്തിനാ സമ്പത്ത്? എന്നാൽ നമ്മൾക്ക് അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്ത് എത്തിപ്പെട്ടാൽ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാഹു വഅൻ മാലി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു. അന്നൊരു ചോദ്യമുണ്ട്. ഒരുവനും അവൻ്റെ കാൽപാദങ്ങൾ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സമയം, അന്ന് എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു
ഇതൊക്കെ ചോദ്യമുണ്ട് സഹോദരങ്ങളെ. റബ്ബിലേക്ക് കൊടുക്കാൻ നമുക്ക് റബ്ബിൻ്റെ മാർഗത്തിൽ എത്ര സമ്പത്ത് നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വളരെ കുറഞ്ഞ സമ്പത്ത് മാത്രമാകും. എത്രയോ സമ്പത്ത് നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് റബ്ബിൻ്റെ ചോദ്യമാണ്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ, ആരുണ്ട് നിങ്ങളുടെ റബ്ബിന് നല്ലൊരു കടം കൊടുക്കാൻ, റബ്ബിന് കടം കൊടുക്കാൻ, അള്ളാഹുവിലേക്ക് കൊടുക്കാൻ? സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം. ഇരട്ടിയായി അള്ളാഹു പകരം നൽകും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, റബ്ബിലേക്ക് നിങ്ങൾ കൊടുത്താൽ 70ഉം 700ഉമായി റബ്ബ് നിങ്ങൾക്ക് പകരം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. അല്ലാഹുമ്മ ആതി മുൻഫികൻ ഖലഫ, അള്ളാഹുവിലേക്ക് കൊടുക്കുന്നവർക്ക് അള്ളാഹുവേ നീ പകരം കൊടുക്കണം. വഅതി മുംസികൻ തലഫ, പിടിച്ചു വെക്കുന്നവന്, പിശുക്ക് കാണിക്കുന്നവന് അള്ളാഹുവേ നീ കുറവ് വരുത്തണേ, തടയപ്പെടണേ എന്ന് മലക്കുകളാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥേഷ്ടം അള്ളാഹുവിലേക്ക് കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ആറാമതായി കലിമത്തു ശുക്ർ, ശുക്രിൻ്റെ വാക്കാണ്, നന്ദിയുടെ വാക്കാണ്. ശുക്ർ ധാരാളം, എത്രത്തോളം പലപ്പോഴും നമുക്കറിയാം. കിട്ടിയതിന്, അള്ളാഹു ജീവിതത്തിൽ തന്നതിന് നന്ദി കാണിക്കണം. കിട്ടാത്തതിന് നമ്മൾ പരാതി പറഞ്ഞിരുന്നിട്ട് ഒരർത്ഥമില്ല. എന്തൊക്കെയോ അള്ളാഹുവിനോട് ചോദിക്കാതെ പോലും റബ്ബ് എത്ര നിഅമത്താണ് തന്നുകൊണ്ടിരിക്കുന്നത്. രോഗികളെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? ആ പ്രാർത്ഥനയൊക്കെ നമുക്ക് റബ്ബ് തന്ന ഒരു വല്ലാത്തൊരു ആരോഗ്യമുണ്ട്, നല്ല കഴിവ് തന്നത്, നമ്മൾക്ക് വീട്, വാഹനം, സൗകര്യങ്ങൾ എല്ലാം റബ്ബ് തന്നിട്ടുണ്ട്. അതിന് ശുക്ർ കാണിക്കാൻ നമുക്ക് സാധിക്കണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിനക്ക് നിന്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ സംസാരിക്ക്. എന്നാൽ ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല സഹോദരങ്ങളെ പറയേണ്ടത്. എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ ആരാണ് ഒരു നല്ല ജീവിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു എന്നെ പരിഗണിച്ചു എന്നൊക്കെ ആർക്കാ പറയാൻ കഴിയുക? പലപ്പോഴും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും വാക്കുകളാണ് പലപ്പോഴും പലർക്കും പറയാനുള്ളത്. അവിടാണ് ഖുർആൻ പറഞ്ഞത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ സംസാരിക്കേണ്ടത് റബ്ബ് നിനക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാകണം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നിങ്ങൾക്ക് അള്ളാഹു വർധനവ് നൽകും. ഉപജീവനത്തിൽ വിശാലത കിട്ടണം, ഭക്ഷണത്തിൽ വിശാലത കിട്ടണം, സമ്പത്തിൽ വിശാലത കിട്ടണം എന്നതാണ് ഞാൻ നിങ്ങളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച പാഠങ്ങളാണ് ഖുർആനും ഹദീസും വെച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ യഥേഷ്ടം അള്ളാഹു നൽകും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, റബ്ബിൻ്റെ ഓഫറാണ്. ഇതിനെ കളഞ്ഞു കുളിക്കരുത്. എന്താണോ ഖുർആൻ പഠിപ്പിച്ചത്, എന്താണോ റസൂലുള്ളാഹി പഠിപ്പിച്ചത്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് യഥാവിധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പേർഷ്യയിലെ ഒരു പ്രമുഖ പട്ടണമാണ് തുസ്തർ. തുസ്തറിൽ ഒരു ഇസ്ലാമിക പോരാട്ടം നടന്നു. അതിൽ വിജയിച്ചത് മുസ്ലിമീങ്ങളാണ്. ആ തുസ്തറിൻ്റെ വിജയം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അതിന് നേതൃത്വം കൊടുത്ത, തുസ്തറിന് നേതൃത്വം കൊടുത്ത സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പലപ്പോഴും തുസ്തറിനെ കുറിച്ച് സ്വഹാബികൾ വളരെ സന്തോഷത്തിലാണ് സംസാരിക്കാറുള്ളത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതു കേട്ടാൽ അതിന് നേതൃത്വം കൊടുത്ത അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയും. സ്വഹാബികൾ ചോദിക്കും, അല്ല അനസ്, സന്തോഷിക്കേണ്ടുന്ന വേളയിൽ എന്തിനാണ് അനസ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹുവിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. തുസ്തറിൻ്റെ വിജയം ഒരു ഫജറിൻ്റെ സമയത്താണ്, സുബഹിൻ്റെ സമയത്താണ്. സുബഹി നമസ്കാരം അന്നത്തെ ദിവസം എനിക്ക് ജമാഅത്തായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഓർക്കുമ്പോൾ ഈ അനസിന് കരച്ചിൽ വരും. എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ
ഞാൻ എന്ത് ഉദറാണ് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ എന്തു പറയും എന്ന് പറഞ്ഞുകൊണ്ട് തുസ്തറിന് നേതൃത്വം കൊടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരച്ചിലാണ്. നോക്കണം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉദുറ് പറയാൻ അവസരമുണ്ടായിട്ട് പോലും അവിടുന്ന് ഒരു സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല, ഒരു സുബഹി നമസ്കാരം ജമാഅത്ത് നഷ്ടമായതിൻ്റെ പേരിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ മരണം വരെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആലോചിക്കണം, എത്ര സുബഹി നമസ്കാരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, വൽ ഖുർആനിൽ ഫജ്ർ, ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആനോദൽ അത് സാക്ഷ്യം വഹിക്കുമെന്നത് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ്. അന്നത്തെ ദിവസം അവന് സുഖമാണ്. ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയം മലക്കുകൾ സംഗമിക്കുന്ന സമയമാണ്. അള്ളാഹുവിലേക്ക് മലക്കുകൾ കയറിപ്പോകുന്ന സമയമാണ്. അങ്ങനെ കയറിപ്പോകുമ്പോൾ മലക്കുകളോട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, എൻ്റെ അടിമകളെ എങ്ങനെയാണ് കണ്ടത് എന്ന്. അവർ നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് മലക്കുകൾ പറയുമ്പോൾ മലക്കുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായി പരിശോധിക്കണം. എന്ത് തടസ്സമാണ് സഹോദരങ്ങളെ, ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സുബഹി നമസ്കാരം നിർവഹിക്കാത്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എന്ത് ഉദറാണ് നമുക്ക് റബ്ബിനോട് പറയാനുള്ളത്. വാഹനത്തിന് ഒന്നല്ല 2-3 വാഹനമുള്ളവരാണ്, സൗകര്യമുള്ളവരാണ്, എല്ലാറ്റിനും സൗകര്യങ്ങളുണ്ട്. എന്നാൽ എന്താണ് റബ്ബിനോട്, നിസ്കാരത്തെക്കുറിച്ചാണ് പരലോകത്തെ ഒന്നാമത്തെ ചോദ്യം. ആ നമസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി നമസ്കരിച്ചവനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് റസൂലുള്ള പറഞ്ഞു. അല്ലെങ്കിൽ വേദനിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ തളർന്നുപോയാൽ പരലോകത്ത് പരാജയം സംഭവിക്കും. സഹോദരങ്ങളെ, പരാജയപ്പെടരുത്. അള്ളാഹു തന്ന നിഅമത്തുകൾ എണ്ണിയാലൊടുങ്ങാത്തതാണെങ്കിൽ റബ്ബിനൊന്ന് സുജൂദ് ചെയ്യാൻ, ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ദിക്റുകൾ ഉരുവിടാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പള്ളികളിൽ ആളുകൾ കുറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. 2 സഫുള്ളത് 1ലേക്ക് കുറയുമ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടവർ ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഒരുപക്ഷെ പ്രയാസമാകും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരാളും പറയാൻ പാടില്ല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗൗരവം അത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സുബഹി നമസ്കാരത്തിൻ്റെ, ഇശാ നമസ്കാരത്തിൻ്റെ ഒക്കെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകാലിൽ ഇഴഞ്ഞെങ്കിലും അവൻ പള്ളിയിലേക്ക് വരും എന്ന് റസൂലുള്ളാഹി പറഞ്ഞ എന്തിനാണ്? ആ നിസ്കാരത്തിൻ്റെയൊക്കെ പ്രാധാന്യം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. മുട്ടുകാലിൽ ഇഴഞ്ഞു വരേണ്ട ഗതികേടൊന്നും റബ്ബ് ഇതുവരെ തന്നിട്ടില്ല സഹോദരങ്ങളെ. ഒന്ന് കിടന്നുപോയാൽ അന്ന് വേദനിക്കും. അന്ന് നിസ്കരിക്കാത്തതിൻ്റെ സങ്കടം തൻ്റെ വിരിപ്പിൽ കിടന്ന്, വാട്ടർ ബെഡിൽ കിടന്ന് അന്ന് ഓർമ്മ വരും. അന്ന് സങ്കടപ്പെട്ടിട്ട് ഒരർത്ഥമില്ല. അങ്ങനെ നിസ്കരിച്ചവനാണെങ്കിൽ താൻ വാട്ടർ ബെഡിലാണ് കഴിയുന്നതെങ്കിലും നമസ്കരിച്ചവൻ്റെ, ജമാഅത്ത് നമസ്കരിച്ചവൻ്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ഒരു വക്ത് നമസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല. പരമാവധി അങ്ങനെയൊക്കെ ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണം വരെ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാനുള്ള തൗഫീഖ് നാദാ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ റഹ്മാനെ. അള്ളാഹുവെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവെ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.